പുക വന്നിട്ടല്ല അവിടെ അവിടെ ആ സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് ഇതും കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പുക ഇതൊക്കെ വന്നത്. പക്ഷേ പുക വരുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങളാണ് എടുത്ത് പുറത്തു കൊണ്ടുപോയത്? ഫസ്റ്റ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. ആദ്യം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴ വന്നതിൻ്റെ ശേഷമായിരുന്നു ഇത് ഉണ്ടായത്. പിന്നെ ആദ്യം 2 പൊട്ടൽ വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പുക വന്നു, ഭയങ്കര പുക. പിന്നെ കാഷ്വാലിറ്റി എന്നാണ് ആ പൊട്ടൽ കേട്ടിട്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ICU അങ്ങോട്ട് വന്നത്. പിന്നെ നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ. ഒരു 100-200 പേരുകൾ പേഷ്യൻ്റ് ആയിട്ടുണ്ട്. പിന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്. 100-200 പേരുകളുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ആദ്യം എമർജൻസി ഡോറിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു എമർജൻസി ഡോറ്. അത് ഞങ്ങൾ ഒരു ചെങ്ങല വെച്ചിട്ടായിരുന്നു ഇതാക്കിയിരുന്നത്. അത് കുറച്ച് ആൾക്കാർ പോയി ചെങ്ങല അയച്ചിട്ട് ഒരു ഡോറെ തുറക്കാൻ കിട്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ആൾക്കാരെ പുറത്തോട്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പുറത്തോട്ടാക്കിയിട്ട് പിന്നെ ഒരു ഡോർ തുറക്കാൻ കിട്ടുന്നില്ല. എമർജൻസി ഡോർ ഇല്ല തോന്നുന്നുണ്ട് അവിടെ, അത് തുറക്കാൻ കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറ സൈഡിലേക്ക് കൂടെ വന്നിട്ട് ഒരു ഡോർ ഞങ്ങൾ ചവിട്ടി പൊളിക്കുക ചെയ്തത്. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നിട്ട് ICUവിൻ്റെ അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെയൊക്കെ പുക വന്നിട്ടുണ്ടായിരുന്നു. ആശുപത്രി സ്റ്റാഫ്, സെക്യൂരിറ്റി ജീവനക്കാരും മറ്റ് അറ്റൻഡർമാരും സ്റ്റാഫും ഒന്നും ഉണ്ടായിരുന്നില്ലേ ഈ കാര്യത്തിൽ? അവിടെ സെക്യൂരിറ്റി ആൾക്കാരെ അവിടെ കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അവർ സെക്യൂരിറ്റികൾ ആൾക്കാരെ ഫസ്റ്റ് അവിടെ കയറ്റി വിടുന്ന അവിടെ ഉണ്ട് എന്നല്ലാതെ ആ സമയത്ത് സെക്യൂരിറ്റികൾ ആരും കണ്ടില്ല അവിടെ. ഞങ്ങൾക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു, ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ രോഗികളെ ഉണ്ടായിരുന്ന രോഗികളെ, അതിൽ തന്നെ റെഡ് ഏരിയയിലായിരുന്നു നസീറ അടക്കം എന്നാണ് നേരത്തെ ഡോക്ടർ പ്രിൻസിപ്പാൾ തന്നെ വിശദീകരിച്ചത്. ഇവരെയൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് മാറ്റിയത്? ആദ്യം അവിടുത്തെ ആൾക്കാരെ മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ കുറേ ആൾക്കാർ കൂടിയിട്ട് അവിടെയുള്ള രോഗികളെ കൂടെയുള്ള ആൾക്കാർ തന്നെ കുറേ ഉണ്ടായിരുന്നു അവിടെ. അവരെ തന്നെ ആദ്യം ഞങ്ങൾ ഒരു ഡോർ കൂടെ പുറത്തേട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും കയറി വന്നു. അപ്പോൾ ICUയിലുള്ള സിസ്റ്റർമാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ ICU തന്നെ ഒരു 7 പേഷ്യൻ്റ് എങ്ങാനും ഉണ്ടാവും. എല്ലാവരും വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അതിന് നടക്കാൻ പറ്റുന്നവരൊക്കെ നടന്ന് അങ്ങോട്ടാക്കി, ഞങ്ങൾ പുറത്തോട്ടാക്കി. പിന്നെ വെന്റിലേറ്ററിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ട്രോളിയൊന്നും അങ്ങോട്ട് ഇതിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ അത് ചവിട്ടി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് വഴിയാണ് ഇറക്കി കൊണ്ടുപോകുന്നത് വെന്റിലേറ്ററിലുള്ള രോഗികളെ. വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന രോഗികളെ അതായത് നിങ്ങളാണ് ചവിട്ടി പൊളിക്കുന്നത് ഡോറ് എന്ന് പറഞ്ഞാൽ കൂട്ടിരിപ്പുകാരാണ്? ഞാൻ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ ചവിട്ടി പൊളിച്ചത്. എന്നിട്ടാണ് ഈ ഏറ്റവും സീരിയസ് ആയി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഉണ്ടായിരുന്ന രോഗികളെ പുറത്തേക്ക് എടുത്തത് അല്ലേ? അതെ. അപ്പോ അങ്ങോട്ട് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. വേറെ ഞങ്ങൾക്ക് ഒരു ഇതില്ലായിരുന്നു. എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനത്തെ, അതായത് എമർജൻസി ഡോറ് ഒന്ന് ലോക്കഡാണ്, ഒന്ന് തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ കൂടെ വീൽ ചെയറിലുള്ള ഒരാളെയും കൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പുറ സൈഡിൽ കൂടെ വന്നിട്ട് ഒരു ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് കുറേ ആൾക്കാരായതായിരുന്നു. അതിൽ വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് വഴി ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിൽ. ആ സ്റ്റെപ്പിൽ കൂടെയൊക്കെ ഓക്സിജൻ ഇല്ലാത്ത ആൾക്കാർ അതിൽ കൂടെ ഞങ്ങൾ മറ്റേ ഇതിന് പമ്പ് ചെയ്യുന്ന ഓക്സിജൻ വെച്ചിട്ടാണ് എൻ്റെ സിസ്റ്ററെ കൊടുന്നിട്ട് ഞാൻ അതായത് അവിടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും. എന്നിട്ട് അവിടുന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആംബുലൻസ് വന്നത്. ഡോക്ടർമാർ ആംബുലൻസ് കാത്തു കിടക്കുന്ന സമയത്ത് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ആംബുലൻസ് ഒന്നും കാത്തു കിടക്കുന്നൊന്നുമില്ല. ആംബുലൻസ് അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആംബുലൻസ് ഒക്കെ. അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ സഹോദരിക്ക് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, ഓക്സിജൻ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലാഡറിൽ വെച്ച് അങ്ങനെ കൈ കൊണ്ട് ഞെക്കി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് വെന്റിലേറ്ററുകൾ വിച്ഛേദിച്ചു. വെന്റിലേറ്ററിലായിരുന്നല്ലോ അപ്പോൾ രോഗികൾ, പ്രത്യേകിച്ച് ഈ 4 പേരും. അപ്പോൾ വെന്റിലേറ്ററുകൾ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെയാണോ ഡിസ്കണക്ട് ചെയ്തത്? എന്നിട്ട് ഇവരെ ഈ ഡോറ് ചവിട്ടി പൊളിച്ച് അവിടെ കൊണ്ടുവരുമായിരുന്നു? അവരാണ് ഡിസ്കണക്ട് ചെയ്തത്.
അപ്പൊ മറ്റ് രോഗികളെ അതെ, സംബന്ധിച്ച് ഡോർ ചവിട്ടി ഇവർക്കും ഈ പൊളിച്ച് പറഞ്ഞതുപോലെ അതിൽ കൂടെ കൊണ്ടുപോയിരുന്നു. ഓക്സിജൻ താൽക്കാലികമായിട്ടെങ്കിലും ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നോ? ഇല്ല, ആർക്കും ഇല്ല. അവിടെ അങ്ങനത്തതൊന്നും ഇല്ല. ഞങ്ങൾ മേലത്തെ ICUലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് കൊടുക്കാൻ പറ്റിയിരുന്നത്. ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറ്റി മേലത്തെ ICUലേക്ക് കൊണ്ടുപോയ സിസ്റ്റർമാർ, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അതിൽ എന്തിനോ വന്ന ഡോക്ടർമാർ 2-3 പേരുണ്ടായിരുന്നു. അവർ ആംബുലൻസിൽ കയറി അങ്ങനെയാണ് ഞങ്ങൾ മേലെ എത്തിച്ച് ഇത് കൊടുത്തത്. അവിടെ എമർജൻസി അവിടുത്തെ ഉള്ള ICU കയറ്റിയിട്ടാണ് പിന്നെ വെന്റിലേറ്റർ കൊടുക്കുന്നത്. അപ്പം തന്നെ ഡോക്ടർ പൾസൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റോളം അങ്ങനെ എത്തേണ്ട ടൈം വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ആരോഗ്യമന്ത്രി പറഞ്ഞത് നോൺ ഇൻവാസീവ് വെന്റിലേറ്ററും കൂടെയാണ്, ഒപ്പമാണ് മാറ്റിയിട്ടുള്ളത്. അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഓക്സിജൻ ഒരു സമയത്തും കട്ടായിട്ടില്ല, കാരണം ഡോക്ടർമാർ കൂടെ ഉണ്ടായിരുന്നു. അതായത് വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഉണ്ടായിരുന്ന രോഗികളുടെ ഒപ്പം ഡോക്ടർമാരും കൂടിയാണ് പിന്നെ അടുത്ത ഇതിലേക്ക് മാറ്റിയത്, അടുത്ത ICUവിലേക്ക് മാറ്റിയത് എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്ന് വേണം കേട്ടാൽ മനസ്സിലാക്കാൻ. അങ്ങനല്ല, അവിടെ അതിൽ ഇതിലുണ്ടായിരുന്ന നേഴ്സുമാരുണ്ടായിരുന്നു, അവിടുത്തെ ഡോക്ടർമാരില്ലായിരുന്നു. ആ വഴി വേറെ ആവശ്യത്തിന് പോയ ഡോക്ടർമാരാണ് ഇത് ഇങ്ങോട്ട് വന്നത്. ആ ICUലുള്ള ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പിന്നെയാണ് വരുന്നത്. ഓക്കെ, തുടരണം താങ്കൾ ദയവായി. പിന്നെ വെന്റിലേറ്റർ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു സ്വാഭാവികമായിട്ടും. വെന്റിലേറ്റർ അങ്ങനെ ഇതിന്റെ കൂടെ എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അത് എടുക്കാൻ പറ്റൂല, അവിടെ ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ള സാധനം അതൊക്കെ. അതെ.